നമസ്കാരം. വ്യക്തികളെ, സാഹചര്യങ്ങളെ, അവസരങ്ങളെ, വിഭവങ്ങൾ അത് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം. ആ സംവിധാനങ്ങളെ ഏറ്റവും ക്രിയാത്മകമായി, ഏറ്റവും സർഗാത്മകമായി വിമർശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തെയാണ് നമ്മൾ പുരോഗമന ജനാധിപത്യ സമൂഹം എന്ന് പറയും. ആ വിഭവങ്ങൾ എന്ത് വേണമെങ്കിലും ആവാം, അതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അവിടെ ആരൊക്കെ എങ്ങനെയൊക്കെ ആദരിക്കപ്പെടുന്നു എന്നുള്ളതും ആരെയൊക്കെ പരിഗണിക്കുന്നു എന്നുള്ളതുമെല്ലാം ആ പുരോഗമന സംവിധാനത്തെ അടയാളപ്പെടുത്തും. അത് കർഷകശ്രീ പുരസ്കാരമാവാം, ആൽബർട്ട് ഐൻസ്റ്റീനെ സർവകലാശാലയിലേക്ക് വിളിക്കണമോ എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണകൂടമാവാം, അല്ലെങ്കിൽ വിഗ്രഹത്തിൽ തുപ്പിയ ക്രിസ്ത്യാനിയായ PJ ആൻ്റണി ചെയ്തത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹമാകാം. അതുമല്ലെങ്കിൽ കലാമണ്ഡലം എന്ന വള്ളത്തോളിൻ്റെ ഉദ്യമത്തെ ആ കാലഘട്ടത്തിൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ വിമർശിച്ച സഞ്ജയനാവാം. ഇതെല്ലാം ഉദ്യമങ്ങളെ, അതിനെ വിമർശിക്കുന്നവരെ അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിലാണ്. ഈ സംവിധാനം ഉണ്ടാവുന്നത് ഏറ്റവും മികച്ച പോലീസ് സംവിധാനവും ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനവും ഉള്ളപ്പോഴാണ്. ഏറ്റവും മികച്ച പോലീസ് സംവിധാനവും ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനവും ഉണ്ടാകുന്നത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടാകുമ്പോഴാണ്. കേരള എഡ്യൂക്കേഷൻ എന്നുള്ള വീഡിയോയിൽ നമ്മളത് ചർച്ച ചെയ്തു. ആ സാഹചര്യത്തിലാണ് ഇവിടെ ഭീഷണി നേരിട്ട് വരുന്നത്. ഏറ്റവും സുതാര്യവും ഏറ്റവും നിഷ്പക്ഷവുമായി പൂർത്തീകരിക്കേണ്ട ചുമതലകൾ, ആ ചുമതലകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഏറ്റവും നിഷ്പക്ഷരാണ് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം. ആ സംവിധാനം ഇല്ലാതെയാവില്ല. SFIക്കാരനും DYFIക്കാരനും AKD സെൻ്ററിൽ സ്വന്തം നട്ടലും ആത്മാഭിമാനവും പണയം വയ്ക്കുന്നവനും മാത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പൊതു സംവിധാനങ്ങൾ, അത് സാഹിത്യ അക്കാദമി ആവാം, സർവകലാശാലകളാവാം, അത് സൃഷ്ടിക്കുന്ന അരാജകത്വത്തിലേക്കാണ് നമ്മുടെ ചർച്ചകൾ ചെല്ലേണ്ടത്. അത് എന്താണ് സൃഷ്ടിക്കുന്നത്, ആരെയാണ് സൃഷ്ടിക്കുന്നത്? ഏറ്റവും ആദ്യം സൃഷ്ടിക്കുന്നത് പ്രതികരണശേഷിയില്ലാത്ത ഒരു പൗരസമൂഹത്തെയാണ്. ആ പൗരസമൂഹം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. ആ തെളിവുകൾക്ക് ഒരുപാട് സാമ്യതകളുണ്ട്. അത് ദിലീപിനൊപ്പം വേദി പങ്കിടുന്ന മോഹൻലാലോ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ ആകാം, അല്ലെങ്കിൽ സച്ചിൻ ദേവ് ഇറക്കി വിട്ടപ്പോൾ പ്രതിഷേധിക്കാതെ ഇറങ്ങിപ്പോയവരാണ്. അതുമല്ലെങ്കിൽ പിന്നെ ആ ഇറക്കി വിട്ടതിന് ശേഷമെങ്കിലും പരാതി ഒന്ന് കൊടുക്കാൻ പോലും തയ്യാറാവാത്തതാണ്. ഇത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, എങ്ങനെയാണ് ആരംഭിക്കുന്നത്? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംവിധാനങ്ങളെ ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ചും വിഭവങ്ങളെ ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ ശശി തരൂരിലേക്ക് എത്തേണ്ടതും ശശി തരൂരിൻ്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതും അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. PSCയെ, സർവകലാശാലകളെ രക്ഷിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. BJPയുടെ നിയുക്ത ഗവർണർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമെങ്കിലും
ഷാബാനു കേസിലടക്കമുള്ളവയും രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മാറി എന്ന് പറഞ്ഞാലും പുരോഗമന കാഴ്ചപ്പാട് പുലർത്തുന്ന ഒരു വ്യക്തിയാണെന്ന് തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. പലപ്പോഴും അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിലെ പൊതുസമൂഹത്തെ തടസ്സപ്പെടുത്തി. പക്ഷേ ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട് പരസ്യമായ പ്രകോപനത്തിലൂടെ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ എത്തിക്കുകയും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിയന്ത്രണം ഏറെക്കുറെ പൂർണ്ണമായും RSS ഏറ്റെടുക്കുകയും ചെയ്തതോടെ PSC അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളിൽ ഒരു സുതാര്യത കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയും ഇല്ലാതാവുകയാണ്. കോൺഗ്രസ് സംവിധാനത്തിൽ, കോൺഗ്രസ് എന്നുള്ള ജനാധിപത്യ സംവിധാനത്തിൽ അവസാന പ്രതീക്ഷ ശശി തരൂരാണെന്ന് ചർച്ച ചെയ്ത ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് ചർച്ച ചെയ്ത വീഡിയോയിലേക്ക് ഇവിടെ ചേർത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു MP എന്ന നിലയിൽ വിലയിരുത്താൻ കഴിയുന്നതാണോ ശശി തരൂരിൻ്റെ പ്രകടനം? ഏറ്റവും മികച്ച പ്രകടനമാണോ? അത് തിരുവനന്തപുരത്തുകാരോടെന്ന് ചോദിക്കും. പിഴവുകളും പരിമിതികളും ഉണ്ടെങ്കിൽ പോലും ഏറെക്കുറെ ഒരു മികച്ച വ്യക്തിത്വമെന്ന് പരക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായ ശശി തരൂരിന് പക്ഷേ കോൺഗ്രസിൽ ശശി തരൂരിൻ്റെ സ്വാധീനം പരിമിതപ്പെടുത്താനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന്, സോണിയാഗാന്ധിക്ക് അല്ലെങ്കിൽ KC വേണുഗോപാലിനെ വഴങ്ങിക്കൊടുത്തിട്ടില്ല എന്നുള്ളതും അവർക്ക് മുന്നിൽ മുട്ടും മടക്കിയിട്ടില്ല എന്നുള്ളതും. രണ്ടാമത്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ശശി തരൂരിനുള്ള അവരുടെ അസൂയയോ ശശി തരൂരിന് മുന്നിൽ അവർക്ക് അനുഭവപ്പെടുന്ന അപകർഷതയോ ഇത് രണ്ടും ശശി തരൂരിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. ഒരുപക്ഷെ ഒരു രമേശ് ചെന്നിത്തലയുടെയോ VD സതീശൻ്റെയോ ഒക്കെ നിലവാരത്തിലേക്ക്, ആ നിലവാരമുള്ള കോൺഗ്രസ്സുകാരൻ മാത്രമായി ശശി തരൂർ അധപതിച്ചേക്കുന്നൊരു സാധ്യതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. ഇത് ശശി തരൂരിന് വേണ്ടിയുള്ള ചർച്ചയല്ല. നേരത്തെ പറഞ്ഞ പോലെ ആഗോള തലത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തികളുള്ള സമയത്ത്, സാഹചര്യങ്ങളുള്ള സമയത്ത് അതിനെ സർഗാത്മകമായി ക്രിയാത്മകമായി ഉപയോഗിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ചാണ്. ഇതിപ്പോൾ നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്ന പോലെ ഏറ്റവും മികച്ച കളിക്കാരനെ ഏറ്റവും ആദ്യം ആദ്യത്തെ ഹാഫിൽ തന്നെ ഇറക്കുന്ന ഫുട്ബോൾ കോച്ചിനെ പോലെ, അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ എറിയുന്ന ഫാസ്റ്റ് ബോളറെ ഏറ്റവും ആദ്യം ആദ്യത്തെ 3-4 ഓവറുകളിൽ തന്നെ പരമാവധി വിക്കറ്റുകൾ എടുക്കാൻ അയാളെ ഉപയോഗിക്കുന്നത് പോലെ സാധ്യതകളെ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതുകൊണ്ടാണ് ഇടത്തു നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. ആ തിരിച്ചറിവിലൂടെയാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശശി തരൂരിനെ മലയാളിക്കാണോ നഷ്ടപ്പെടുന്നത്? അത് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചില പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നുണ്ട്. അത് കേരളത്തിലെ ചില സാഹചര്യം, ഇടതുപക്ഷ സാഹചര്യം, രണ്ട് പ്രധാനപ്പെട്ട സാഹചര്യം നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ഇത് പൂർണ്ണമായും മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിലേക്ക് ശശി തരൂർ വരുമോ അല്ലെങ്കിൽ വരുന്നു എന്നുള്ളൊരു ആശങ്ക നമുക്ക് പൊതുസമൂഹത്തിലുണ്ട്. നിഷ്പക്ഷരായ ജനാധിപത്യ വിശ്വാസമുണ്ട്. തൃത്താലയിലെ പരാജയവും തൃത്താലയിൽ NB രാജേഷിൻ്റെ വിജയം ഉറപ്പുവരുത്തുകയും ഷാഫി പറമ്പിലിനെ ഷാഫി പറമ്പിലിനെ വിജയം ഉറപ്പുവരുത്തുകയും ചെയ്ത ഒരു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മുസ്ലിം ലീഗ് സഖ്യം പാലക്കാടുകാരെ ആളുകൾക്ക് അറിയുന്നുണ്ട്. വടപ്പനയ്ക്കിൽ ചെന്ന് അടിമത്തം സ്വീകരിച്ച VT ബലറാമിനെ നമ്മളിവിടെ കാണുന്നുണ്ട്. ആ VT ബലറാമിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരൻ, ആ കോൺഗ്രസ്സുകാരനെ അതുപോലൊരു കോൺഗ്രസ്സുകാരനെയാണോ നമുക്ക് ശശി തരൂരിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നതെന്നുള്ളൊരു ഭയം പൊതുസമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് PSC പോലെയൊരു സംവിധാനത്തിൽ, സർവകലാശാലകൾ പോലെയൊരു സംവിധാനത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ബന്ധങ്ങളുള്ള പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയെ PSCയുടെ ചെയർമാനായി നിയോഗിക്കുന്നു, സർവകലാശാലയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നിയമിക്കുന്നു. ഒരു സംസ്ഥാനത്തിന്, ഒരു സമൂഹത്തിന് വരാൻ പോകുന്ന മാറ്റം നമ്മൾ തിരിച്ചറിയുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി മാത്രമായി കീഴെഴുതി കഴിഞ്ഞ ഒരു സാംസ്കാരിക രാഷ്ട്രീയ സംവിധാനം. ഈ സംവിധാനങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എത്രമാത്രം സുതാര്യമായൊരു വിദ്യാഭ്യാസ സംവിധാനം നിലവിൽ വരേണ്ടതുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തേണ്ടത്. നേരത്തെ പറഞ്ഞ
ശശി തരൂരിൻ്റെ ഒരു ലീഗ് സ്ഥാനാർത്ഥി ഏറെക്കുറെ ആവാൻ പോകുന്ന ശശി തരൂരിനെ നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്നത്. ഹമാസ് ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ പ്രതിഷേധം മാറി പാണക്കാട് തങ്ങളും പാളയം ഇമാമും നേരിട്ട് തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ പ്രചരണത്തിൽ നമ്മൾ കാണും. ഒരുപക്ഷെ BJP കേരളത്തിൽ തോൽപ്പിക്കാൻ ഉദ്ദേശത്തിൽ തന്നെയായിരിക്കും. എങ്കിൽ പോലും കെ മുരളീധരനെ പോലെ VT ബലറാമിനെ പോലെ ലീഗിനോട് വിധേയപ്പെട്ട് വ്യക്തിത്വം വിൽപ്പനയ്ക്ക് വെക്കുന്ന ഒരാളായിട്ട് ശശി തരൂർ മാറാൻ സാധ്യത വളരെ വ്യാപകമായ പ്രത്യാഘാതം ഉണ്ട് എന്ന തിരിച്ചറിവോടെ നമ്മൾ മുന്നിൽ കാണിക്കുന്നു. അത് മതേതരത്വത്തിന് വലിയ ഭീഷണിയാണ്, കോൺഗ്രസിൻ്റെ സംവിധാനത്തിന് ഭീഷണിയാണ്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ജനാധിപത്യമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിൽ തന്നെ അത് ചോദ്യം ചെയ്യുകയാണ്. മൂന്നാം സ്ഥാനാർത്ഥി എന്നുള്ള ഒരു അവസരം നിഷേധിക്കപ്പെട്ടതിന് ശേഷം വലിയ രീതിയിൽ മുസ്ലിം ലീഗ് നടത്തുന്ന അണിയറ നീക്കങ്ങളെ നമ്മൾ സൂക്ഷ്മമായി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഞങ്ങളുണ്ടെങ്കിലേ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ കഴിയുള്ളൂ എന്ന ധാരണ മുസ്ലിം ലീഗ് സൃഷ്ടിക്കുന്നു. അത് പിണറായി വിജയൻ്റെ ഒത്താശയോടെ സൃഷ്ടിക്കുന്നതിൽ ഒരുപാട് തെളിവുകളുണ്ട്. അതിലൊന്നാണ് വടകരയിലെ ഷാഫി പറമ്പിൻ്റെ സ്ഥാനാർത്ഥിത്വം, പ്രതാപിന് പകരമായി KM മുരളീധരൻ. അത്തരം രീതിയിലേക്ക് തന്നെയാണ് ശശി തരൂരിൻ്റെ സാഹചര്യം വരുന്നത്. ലീഗിന് വഴങ്ങാട് ജയിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം വരുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ എല്ലാം സ്വാധീനത്തെ മറികടന്ന് കോൺഗ്രസ്സിലെ നേതാവാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ വെറുമൊരു രാഷ്ട്രീയക്കാരനായി, വെറുമൊരു രമേശ് ചെന്നിത്തലായി, വെറുമൊരു KC വേണുഗോപാലായി, വെറുമൊരു VD സതീശനായി ശശി തരൂർ അതപ്പതിക്കും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ശശി തരൂർ എത്തേണ്ടി വരുമോ എന്നുള്ള ആശങ്ക കേരളത്തിൽ ജനാധിപത്യ സമൂഹം മാത്രമല്ല ചിന്തിക്കുന്നത്. വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ വലിയ സാധ്യതകൾ തുറന്നിടുമായിരുന്ന ഒരു വ്യക്തി കഴിഞ്ഞ 15 വർഷമായി ആ സാധ്യതകൾ ഉപയോഗിക്കപ്പെടാതെ പോയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവുകൊണ്ടാണ് ആ ഒരു തിരിച്ചറിവാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് മുന്നോട്ട് പോകുന്നത്. ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് നോക്കിക്കാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പൗരബോധമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ തെളിവ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അത് ചർച്ചയ്ക്ക് വരുന്ന ആശ്രമമാവാം, സിദ്ധാർത്ഥൻ്റെ മരണത്തോട് പ്രതികരിക്കാത്ത അധ്യാപക സംഘടനകളാവാം, നേരത്തെ പറഞ്ഞ പോലെ ആര്യ രാജേന്ദ്രന് മുന്നിൽ വിനീതി വിധേയരായി നിന്ന ബസ് യാത്രക്കാരാവാം. ഇവരെല്ലാം തോക്കിൻകുഴലിലെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയമോ പ്രജ്വൽ രേവണിയൊക്കെ കേരളത്തിലെത്താനുള്ള സാധ്യതകളാണ്. കേരളത്തിലെത്തുക എന്നുള്ളത് വിദൂരമല്ല എന്നാണ് തെളിവ്. കാരണം പൗരബോധമില്ലാത്തൊരു സമൂഹത്തിൻ്റെ തെളിവുകളാണ്. ഇത് ഒരു വശത്ത് നടക്കുമ്പോൾ, വലിയ രീതിയിൽ ഇടതുപക്ഷ നടക്കുമ്പോൾ ഒരു സംവിധാനങ്ങളുടെ സുതാര്യത നഷ്ടപ്പെടുമ്പോൾ, വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെയും പോലീസ് സംവിധാനത്തിൻ്റെയും സുതാര്യതയും നിഷ്പക്ഷതയും നഷ്ടപ്പെടുമ്പോൾ ഒരു സൃഷ്ടിക്കപ്പെടുന്ന അരാജകത്വം, നിയമത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന ജനത, ഭരണകൂടത്തെ ഭയക്കുന്നവരാണ്. അത് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന കഴിഞ്ഞ ഒരു 7-8 വർഷം നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും പിണറായി വന്നതിന് ശേഷം നമുക്ക് കാണാം മാധ്യമങ്ങളുടെ മുഖാമുഖങ്ങൾ, പിണറായിയുടെയും ഗോവിന്ദൻ്റെയും പ്രസ്താവനകൾ, ഇവിടെയെല്ലാം മാഷ് ടീച്ചറും ചേർത്ത് വിളിക്കുന്ന മാധ്യമപ്രവർത്തനം, ഇതെല്ലാം തെളിയിക്കുന്നത് വലിയൊരു വിധേയത്വത്തിന് കീഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് കീഴിലാണ് ജനങ്ങളെന്നും അവർക്ക് തങ്ങൾക്കില്ലാത്ത അധികാരങ്ങളുണ്ടെന്നും അതിനെ തങ്ങൾ ചോദ്യം ചെയ്യേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുസമൂഹം ഇവിടെ ഉള്ളത് കൊണ്ടിരിക്കുന്നു. വളരെ കാലങ്ങളുടെ പ്രയത്നത്തിലൂടെ നേടിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്ന ആശങ്കയിലേക്ക് നമ്മൾ എത്തേണ്ടത്. അതിപ്പോൾ സാഹിത്യ അക്കാദമി ആവാം, ആവർത്തനം പറയാം, സാഹിത്യ അക്കാദമി ആവാം, പോലീസാവാം, മാധ്യമങ്ങളാവാം, എല്ലായിടത്തും വിധേയരായ ഒരു കൂട്ടം ആളുകളെ നിയമിക്കുക, അവരിലൂടെ ഒരു സംവിധാനം തങ്ങളുടെ ചെൽപ്പടിയിലേക്ക് കൊണ്ടുവരിക. ഇതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ. അതൊന്ന് സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു അധ്യാപക സംവിധാനം ഉത്തർപ്രദേശോ ബീഹാറോ ആണ്, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശോ ആണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അത്തരമൊരു രീതിയിലേക്ക് കേരളം എത്തുകയാണ് എന്നുള്ളതാണ് ആ ഒരു ആശങ്ക. അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ശശി തരൂരിനെ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ആ ശശി തരൂരിനെ തങ്ങളിലേക്ക് ചുരുക്കാൻ ശ്രമിക്കുന്ന ഒരു മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വം. അത് വളരെ ആശങ്കയോടെ നമ്മൾ കാണേണ്ടിയിരിക്കും. കാരണം ഇവിടുത്തെ പൊതു സംവിധാനങ്ങൾ വിമർശനത്തിലൂടെ, നിഷ്പക്ഷതയോടെ, സുതാര്യതയിലൂടെ ഉയർന്നു വന്ന പൊതു സംവിധാനങ്ങൾ
വലിയ രീതിയിലുള്ളൊരു നമ്മൾ മുമ്പ് പറഞ്ഞ NIFയിൽ ചേർന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ പോലെ SFIയിൽ ചേർന്നാൽ ഒരു ട്രോൾ വീട് കണ്ട പോലെ SFIയിൽ ചേർന്നാൽ നിങ്ങൾ പോലീസുകാരൻ മുതൽ സാഹിത്യ അക്കാദമി ചെയർമാൻ വരെ ആകാം എന്ന രീതിയിലേക്കാണ് കാര്യം കിട്ടുന്നത്. ഒരുപക്ഷെ ഇത് എവിടെയാണ് തുടങ്ങിയത്? EK നായനാരെ, KR ഗൗരിയമ്മയെ ഇടങ്കാലിട്ട് വീട്ടിയ EK നായനാരെ വിപ്ലവകാരിയായി ചിത്രീകരിച്ചുകൊണ്ട് കണ്ണൂരെന്ന ഇട്ടാവട്ടത്തിൽ ഏകാധിപതിയായുമാണ് ഒരു വ്യക്തിയെ വിശുദ്ധനായി ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ K കരുണാകരനോ ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും വയലാരയുമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. K കരുണാകരനും കറകളഞ്ഞ നേതാവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളുമല്ല. എങ്കിൽ പോലും K കരുണാകരനെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് EK നായനാരെ വിശുദ്ധനാക്കിക്കൊണ്ട് ഏകദേശം 3 പതിറ്റാണ്ട് മുമ്പ് രഞ്ജി പണിക്കർ ആരംഭിച്ചതാണ് ഈ ഒരു. അവിടെ തുടങ്ങുകയാണ് കേരള സമൂഹത്തിൻ്റെ മസ്തിഷ്കമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. K കരുണാകരൻ EK നായനാരെ പോലൊരു വ്യക്തിക്ക് വിശുദ്ധി കൽപ്പിച്ചുകൊണ്ട് നാടൻ സംഭാഷണത്തിൻ്റെ ആളായി EK നായനാരെ പോലെ ആളെ മാറ്റിക്കൊണ്ട് രഞ്ജി പണിക്കരോട് സൃഷ്ടിക്കപ്പെട്ട ഒരു മിത്ത്, ഒരു ചിത്രം. ആ ചിത്രമാണ് ഇന്ന് റിപ്പോർട്ടർ ചാനലിലൂടെ ഉണ്ണി ബാലകൃഷ്ണനിലൂടെയും സ്മൃതി പരുത്തിക്കാട്ടിലൂടെയും നികേഷ് കുമാറിലൂടെയും ഒക്കെ നമ്മൾ കാണുന്നത്. ഇത് വളരെ ഭയാശങ്ക ഉണർത്തുകയാണ്. കാരണം നികേഷ് കുമാറിൻ്റെയോ അല്ലെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണൻ്റെയോ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉദ്ദേശം സാമ്പത്തികമായ നിലനിൽപ്പാവാം, തങ്ങളുടെ തൊഴിലാവാം. എന്നാൽ നികേഷ് കുമാറിൻ്റേത് ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഡിസ്ഗ്രേസ് ടു എൻറ്റയർ മീഡിയ ഫ്രാറ്റർണിറ്റി എന്നൊക്കെ പറയാവുന്നില്ല. മുഴുവൻ മാധ്യമ ലോകത്തിനും അപമാനമായൊരു രാഷ്ട്രീയത്തിൻ്റെ ഇടനാഴികളിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഇടനാഴികളിൽ ഒരു സ്ഥാനം ലഭിക്കാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു നികഷ്ട ജന്മം. അത്തരം ഒരു വ്യക്തിയിലൂടെ വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനമുറപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമ്മളിവിടെ കാണേണ്ടത്. അവിടാണ് ശശി തരൂരിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. ഒരു കൈരളി ചാനലിലൂടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി നമുക്കിപ്പോൾ ജനം TV, ജയ്ഹിന്ദ്, മീഡിയ വൺ, ഈ ചാനലുകൾ ആരാണ് എങ്ങനെയാണ് കാണുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ടാണ്. എന്നാൽ അതല്ലാത്തൊരു മാധ്യമ സംവിധാനത്തിലൂടെ രഞ്ജി പണിക്കർ ചെയ്ത പോലെ ഒരു വെള്ളപൂശം, മറ്റൊരു ചിത്രം നൽകുക, അതിലൂടെ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുക. അത്തരം വ്യക്തികൾ കേരള സമൂഹത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ആ ജാഗ്രത നമ്മൾ കൊടുത്തിട്ടുണ്ട്. നികേഷ് കുമാർ എന്ന വലിയ ഭീഷണി നമ്മൾ തിരിച്ചറിയിട്ടുണ്ട്. നികേഷ് കുമാറും ഉണ്ണി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ സൃഷ്ടിക്കുന്ന ഒരു മിത്ത്, ഒരു രഞ്ജി പണിക്കർ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയൊരു ഭീതിയാണ്, വലിയൊരു അസ്വസ്ഥത. ഒരു KR ഗൗരിയമ്മയെ പോലുള്ളവർക്കും ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇല്ലാത്തൊരു വിശുദ്ധി കണ്ണൂരിലെ ഗുണ്ടാ രാഷ്ട്രീയത്തിൽ, അക്രമ രാഷ്ട്രീയത്തിൽ നൽകുന്ന ഒരു ചിത്രം. അത് കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് നമ്മൾ പറഞ്ഞു. മാവോ സിദ്ദീഖിനെ ആരാധിക്കുന്ന സമം തന്നെയാണ്, മാവോ സിദ്ദീഖിൽ ലെനിനെ പോലുള്ള ഏകാധിപതിയിൽ ആരാധിക്കുന്ന സമമാണ് AK നായനാരും എന്നുള്ള തിരിച്ചറിവിലേക്ക് കേരള സമൂഹം എത്താത്തതിന് കാരണം ഒരു പരിധിവരെ രഞ്ജി പണിക്കർ ചിത്രം. ആ ദൃശ്യങ്ങളാണ് നികേഷ് കുമാർ നൽകുന്നത്. K സുധാകരൻ എല്ലാം കറകളഞ്ഞ വ്യക്തിയൊന്നുമല്ല, വെറും ഒരു കോൺഗ്രസ്കാരനാണ്. പക്ഷേ K സുധാകരനെ എതിർക്കുന്നതിലൂടെ നികേഷിന് ലഭിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം, K സുധാകരനെ RSSകാരനാക്കുന്നതിലൂടെയൊക്കെ നികേഷ് കുമാർ ലഭിക്കുന്ന ചില ഉദ്ദേശങ്ങൾ, അവിടെ മുസ്ലിം ലീഗിനെ വെള്ളപൂശുന്നതിലൂടെ, മുസ്ലിം വോട്ടുകൾ ലഭിക്കുന്നതിലൂടെ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റും. ആ ഒരു വ്യക്തി മാധ്യമപ്രവർത്തനങ്ങളിൽ പൊതുസമൂഹത്തിലെത്തും. ഇത്തരം വിഷജന്തുക്കളെ തിരിച്ചറിയാനുള്ള ഔന്നത്യം നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായും തങ്ങളുടെ ചുൽപ്പടിയിലേക്ക് ശശി തരൂരിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിനെതിരെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കും. പ്രത്യേകിച്ചും പാണക്കാട് കുടുംബം കേരളത്തിൻ്റെ മതേതരത്തിൽ വലിയ ഭീഷണി സൃഷ്ടിക്കുന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നത്. KPSCയുടെ നാടകങ്ങൾ ഒരു വിപ്ലവ സംസ്കാരത്തിന്, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സംസ്കാരത്തിനാണ് കേരളത്തിൽ തുടക്കം കുറിച്ചത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയത്തിന് വഴിതെളിച്ചു വന്നതിനൊപ്പം തന്നെ പ്രതികരണശേഷിയുള്ള അധികാരവർഗം എന്നുള്ളത്
ജനങ്ങൾ കീഴിലുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വർഗമാണ് എന്ന് ഒരു തോന്നലുണ്ടാക്കുന്ന ഒരു വിപ്ലവമാണ് കെ പി വിശ്വനാഥായി പരിപാടി. അത് നേരെ വിപരീത ദിശയിലാണ് എൻ ജി പണിക്കരും ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് പോകുന്നത്. റിപ്പോർട്ടർ ചാനൽ ഏതാണ്, മീഡിയ വൺ ഏതാണ്, കൈരളി ഏതാണ്, അൽ ജസീറ ഏതാണ് എന്ന് തിരിച്ചറിയാത്ത വിധം ഇടതുപക്ഷത്തെ പൂർണ്ണമായി വിഴുങ്ങി തങ്ങളുടേതാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വലിയ ഭീതി കേരളത്തിൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. കമ്മ്യൂണിസം എന്നുള്ള വലിയ ഭീതിയിൽ നിന്ന് നമ്മൾ മോചനം നേടേണ്ടിയിരിക്കുന്നു. ആ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ സുതാര്യമായ സംവിധാനങ്ങൾ, സുതാര്യമായ തിരഞ്ഞെടുക്കൽ ആ സുതാര്യതയിൽ നിന്നുകൊണ്ടാണ് കാര്യക്ഷമതയും ആത്മാർത്ഥതയും ആദർശവുമുള്ള ഒരു തൊഴിൽ സമൂഹം ഉണ്ടാകുന്നത്. തങ്ങളുടെ ചുമതലകളോട് നീതി പുലർത്താൻ കഴിയാത്തവരാണ് സ്വയം വിൽപ്പനയ്ക്ക് വെച്ചതാണ്. അത് പട്ടാളക്കാരനായാലും മാധ്യമപ്രവർത്തകനായാലും അവർ രാജ്യത്തിന് ഭീഷണിയാണ്. അത്തരം ഒരു ഭീഷണി കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നത്. കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്നു. ലോകത്തെ ഏറ്റവും മികച്ചത് എന്ന് നിസ്സംശയം പറയാവുന്ന, ലോകത്തെ ഏറ്റവും മികച്ചത് പെടുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയുമായിരുന്ന ഒരു പോലീസ് സംവിധാനം സംശയത്തിൻ്റെ നിഴലിൽ വരുന്നു. നമ്മൾ ആ വിഷയം മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യും. ആ സംവിധാനത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ആ സംവിധാനം പൂർണ്ണമായും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കീഴിലായി എന്നുള്ളൊരു തിരിച്ചറിവിൽ അല്ലെങ്കിൽ എന്നൊരു തോന്നലിൽ നിയമം തെരുവിൽ നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ തെരുവിൽ നിശബ്ദരാകുന്ന ആളുകൾ, ഈ രണ്ട് കൂട്ടരെയും സൃഷ്ടിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അവിടെയാണ് നമ്മൾ സുതാര്യത നഷ്ടപ്പെടുന്ന PSCയെക്കുറിച്ച് ആശങ്കപ്പെടുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന് അടിമുടി ഒരു പരിഷ്കരണം ആവശ്യമാണ്. ശശി തരൂരിനെ പോലൊരു വ്യക്തിയുടെ സ്വാധീനം, സുതാര്യത, പാണ്ഡിത്യം, ആഗോളതലത്തിലുള്ള ഒരു സ്ഥാനം, ഇതെല്ലാം ഒരു വലിയ തിരിച്ചുവരവിന് വലിയ തിരിച്ചുവരവുള്ള അവസരം, അല്ലെങ്കിൽ മികച്ച സൗകര്യങ്ങൾ തേടി, കൂടുതൽ മികച്ച വിദ്യാഭ്യാസം തേടി, അല്ലെങ്കിൽ കൂടുതൽ സമാധാനങ്ങളുടെ അന്തരീക്ഷം തേടി നാട് വിട്ടു പോകുന്ന ആളുകളുടെ സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ ഇത്തരം വ്യക്തികൾക്ക് കഴിയും. ശശി തരൂർ വിശുദ്ധനാണെന്ന് ഈ നിമിഷവും അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. ശശി തരൂർ വിശുദ്ധനാണെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നത് ഒരുപാട് പിഴവുള്ള, ഒരുപാട് പരിമിതിയുള്ള ആൾ തന്നെയാണ്. ഇതിൽ പോലും പൂർണ്ണമായും ഒരു രാഷ്ട്രീയക്കാരനായി മാറാൻ കഴിയാത്തതിൻ്റെ ചില ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ശശി തരൂരിൻ്റെ സ്വാധീനം നമുക്ക് ഉപയോഗിക്കാം, ശശി തരൂർ നൽകുന്ന സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാം. റിപ്പോർട്ടർ ചാനലിൽ നിന്നും, നികേഷ് കുമാറിൽ നിന്നും, ഉണ്ണി ബാലകൃഷ്ണൻ നിന്നും, സ്തുതി പഴത്തിക്കാടിൽ നിന്നും കമ്മ്യൂണിസത്തിൽ കീഴ്പ്പെട്ട മാധ്യമങ്ങളെ ഉപേക്ഷിക്കുന്നു. സച്ചിൻ ദേവിൻ്റെ മുന്നിൽ ഇറങ്ങിപ്പോകാൻ കഴിയാത്തവർ, ദിലീപിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയാത്ത മോഹൻലാലിനെയും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ആരാധിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ജനവിഭാഗം, അത്തരം ഒരു പൗര സമൂഹം ഉയർന്നു വന്നു